അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ഇന്നൊരു പാൽപ്പായസം വീഡിയോ ആണ് കേട്ടോ. പാൽപ്പായസത്തിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. അപ്പൊ കഥയും പായസം ഒക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാല് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ തന്നെ നമ്മളെ ചെക്കനെ ഉറുമ്പ് അടിച്ചു കേട്ടോ. അപ്പോഴാണ് ബാക്കിലുള്ള ആ സാധനം ഞാൻ കാണുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പാമ്പിന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ പാമ്പിന്റെ എന്താ പറയാ പാമ്പിന്റെ തോല് അങ്ങനെയൊക്കെ പറയട്ടെ. വേറെ എന്തെങ്കിലും പേരുണ്ടോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇവിടെ ഇങ്ങനെ കരിങ്കല്ലിന്റെ പടമായതുകൊണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ പാമ്പുകൾ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ ഇസൂന് അത് കണ്ടിട്ട് എന്താന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടൊന്നും ഇല്ലാതെ മെയിൻ ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. അത് അപ്പൊ ഇവിടെ മൊത്തം ഈ ഒരു മതിലാണ്. അപ്പൊ മക്കളൊക്കെ ഇതിനെ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ ഒരു ചെറിയ പേടി അത് കണ്ടപ്പോ അങ്ങനെ പാലൊക്കെ വന്നു. നമ്മൾ പാല് വാങ്ങിക്കുകയാണ്. പാലുകാരനെ കണ്ടപ്പോ ഇസൂന് ഓനെന്നെ വാങ്ങണം, ഓനെന്നെ കൊടുക്കണം, ഓനക്ക് തന്നെ പിടിക്കണം എന്നുള്ള വാശിയാണ് കേട്ടോ. ഓനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ പാലൊക്കെ പിടിച്ച് ചെക്കൻ മന്ദം നടക്കുകയാണ്. ആർക്കും കൊടുക്കണില്ല. പക്ഷെ എനിക്ക് എവിടെയൊക്കെ ചൊറിയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നിന്നിട്ട് അങ്ങനെ അമ്മ ഇതേ കാലൊക്കെ ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെരിഞ്ഞിട്ടും വളഞ്ഞിട്ടൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം എവിടെയാണ് നേരെ ചൊറിയെന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ എവിടെയെങ്കിലും ചൊറിയാണെങ്കിൽ ചെക്ക ഒറ്റക്ക് ചൊറിയൂല, ആരെങ്കിലും ഒക്കെ ചൊറിഞ്ഞു കൊടുക്കണം കേട്ടോ. കൈയിന്റെ അടുത്താണെങ്കിൽ ഓൻ ഒറ്റക്ക് ചൊറിയൂല, ആരെങ്കിലും ചൊറിഞ്ഞു കൊടുക്കണം. ഓന്റെ വാപ്പാന്റെ അതേ സ്വഭാവമാണ്. അങ്ങനെ നമ്മൾ പാലൊക്കെ വാങ്ങിയത് കുറച്ച് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറച്ച് പോയപ്പോ പിന്നെ എനിക്ക് പേടി. അങ്ങനെ പാലൊക്കെ ഞാൻ ഏറ്റുവാങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴിങ്ങനെ പാല് പോയ പേടിയാണ്. ഡ്രസ്സിലുള്ള പാലൊക്കെ നക്കി കുടിക്കുന്നുണ്ട്. എന്ത് ചെക്കനാണത് എന്ന് എനിക്ക് അറിയില്ല. നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവനെ പിടിച്ചെലിച്ച് കൊണ്ടതാണ്. അപ്പൊ ചെരുപ്പ് ഞാൻ തട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് ചെരുപ്പ് ഒരു കാലുമത്തെ ചെരുപ്പ് കൂടിയിട്ട് ഒരു കാലുമുള്ള ചെരുപ്പ് ഇട്ട് മറ്റേ ചെരുപ്പ് തട്ടിയാണ് അവൻ വന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് പച്ചരിയൊക്കെ എടുത്ത് വെള്ളത്തിലിടാൻ പോവാണ്. ഒരു 1/2 മണിക്കൂർ കുതിർത്താനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമാണ് ഈ പായസം ഉണ്ടാക്കില്ല. അപ്പൊ നമുക്ക് മുന്നേ വെള്ളത്തിലിട്ട് വെക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ഒരു 1/2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരൊറ്റ കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടില്ല, ആ പച്ചരി തന്നെയാണ് കേട്ടോ. ചെക്കന്റെ കണ്ണിൽ പൊടിയിടാൻ ഒരു കുട്ടി പായസം ഉണ്ടാക്കാന്ന് കരുതി ഒരു പാൽപ്പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം പായസം ഇപ്പൊ ഉണ്ടാക്കാൻ ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കണ എന്താന്ന് വെച്ചാൽ ഇന്നൊരു മൗലൂദ് ഉണ്ടാകും കേട്ടോ. അപ്പൊ മൗലൂദിന് ഇപ്പൊ പോയി. അപ്പൊ തുടങ്ങിയതാണ് ചെക്കന് എനിക്ക് മൗലൂദിന് പോകണം എന്ന് പറയല്. മൗലൂദിന് പോകണം എന്ന് പറഞ്ഞു രാവിലെ തുടത്തിയിട്ട് 4 മണിയായിട്ട് പോലും തന്നെ കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ മൗലൂദിന് പോകണമെന്ന്. അപ്പൊ അവൻ പറഞ്ഞു അവിടെ ബിരിയാണി മാമ ഉണ്ടാവും, ബിരിയാണി ചോറുണ്ടാവും, പായസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ പായസം തന്നെ കേട്ടോ കുറച്ചേരം. പിന്നെ പായസം വേണം, എനിക്ക് പായസം കുടിക്കണം, അങ്ങനെ ഒരു പായസത്തിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ചെറുതായിട്ടൊരു പായസം ഉണ്ടാക്കി കൊടുത്താല് അവന്റെ മൗലൂദ് എന്നുള്ള പറച്ചിൽ അവിടെ നിൽക്കുമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകി ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് റൈസിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നമ്മൾ ഈ പാൽപ്പായസം കുക്കറിലാണ് വെക്കുന്നത്. അപ്പം കുക്കറിൽ എങ്ങനെയാണ് പാൽപ്പായസം ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയും കൂടെ ഇതിലുണ്ട്. അപ്പൊ നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് വേവിക്കാം കേട്ടോ. ഞാനിപ്പോ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ നമ്മൾ അരി കുതിർത്താനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ പാലൊന്ന് തണുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തണുത്ത പാലൊന്ന് ചൂടാക്കാം. അങ്ങനെ നമുക്ക് സാധാരണ നമ്മൾ ചൂടായവരെ തണുപ്പിക്കല്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് നമ്മുടെ പാലൊന്ന് ചൂടാക്കാം. നമ്മുടെ ഇത് ഭയങ്കര എന്താ പറയുക ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ പായസം ഇപ്പൊ കിട്ടുന്നുള്ളതിന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ധൃതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസിലൊക്കെ വന്ന് പെട്ടെന്ന് വിസിലൊക്കെ തുറന്നിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അങ്ങനെ പായസം ലാസ്റ്റ് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 അടുപ്പിലും 2 സാധനങ്ങൾ വെച്ച് നമ്മുടെ നെയ്യ് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിന്റെ മേലെ വെച്ചാണ് കേട്ടോ. അപ്പൊ ഒന്ന് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിസിൽ വന്നു, 2 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാല് വേവ് പാകാവും. പക്ഷെ വെക്കാനുള്ള സമയമില്ല. ഇസൂനും ഇങ്ങനെ ഉറക്കം വരാന്നൊക്കെ പറയുന്നുണ്ട്. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ആവി ഇങ്ങനെ കളഞ്ഞപ്പോ ഫുള്ള് തെറിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ തെറിച്ചു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയുന്നത്, പൈപ്പ് തുറന്നിട്ടിട്ട് കുക്കർ അതിന്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് മെല്ലെ വിസിൽ കളഞ്ഞിട്ട് തുറക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിന്റെ 4 പുറമൊക്കെ അരിയുടെ പശപ്പശപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പോ അരിയല്ല നമ്മൾ ചിക്കനോ ബീഫോ, ചിക്കനോ പ്രശ്നം വരില്ല കേട്ടോ. ബീഫിനെ നെയ്യൊക്കെ തെറിക്കും. അപ്പൊ അങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈപ്പിന്റെ അടിയിൽ വെള്ളം തുറന്നു വെച്ചിട്ട് കുക്കർ തുറക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. അരി കുറച്ചു നേരം ഇരുന്നാലുള്ളൂ, കുക്കറിൽ ഇങ്ങനെ ഇരുന്നാലുള്ളൂ നന്നായിട്ട് വേവ്. അതിപ്പോ കുറച്ച് വേവ് കുറവുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കുക്ക് ചെയ്യാണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും ഗ്യാസൊക്കെ കത്തിച്ചിട്ട് നമ്മൾ പാല്, പശുവിന്റെ പാലാണ്
അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ അല്ലേ ചെയ്യാം. അപ്പൊ ഈ ഒരു പായസം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് മുന്നേ പിന്നെ ഒരു ഐഡിയ ഇല്ല. നമ്മൾ യൂട്യൂബൊക്കെ തപ്പി തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ എന്താ മറ്റേ പാത്രത്തിൽ ഉണ്ടാക്കണ കേട്ടോ കണ്ട്. ഞാൻ കുക്കറിൽ ഉണ്ടാക്കണത് കണ്ടില്ല. ഒരൊറ്റ വീഡിയോ എങ്ങാണ്ട് നോക്കിയുള്ളൂ. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെക്കൻ ഏലക്കായ ഞാടാന്നൊക്കെ പറഞ്ഞിട്ട് ലൈറ്റ് അടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ, കയ്യോ കാലോ പൊള്ളുമോ എന്നൊക്കെ കരുതിയിട്ടൊരു പേടിയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കുക്കറിലുള്ള സാധനം തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലൊക്കെ ഒഴിച്ചില്ലേ, ഇനി പഞ്ചസാരയും ചേർത്തിട്ട് ഒരൊറ്റ വിസിലടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ആ വിസിലടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകുറുന്നതിനുള്ള പാൽപ്പായസം നമുക്ക് റെഡിയാവും. അപ്പൊ വിസിലൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് സിറ്റോട്ട് പോയിട്ട് ഒളിച്ച് കളിച്ച് ഒരെപ്പോഴും തുണിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു കളിക്കട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, അപ്പുറത്തേക്കായിട്ട് മറിയോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ഞാനും ഓനും കൂടെ വെറുതെ ശ്രദ്ധ തിരിക്കുകയാണ് കേട്ടോ. കാരണം മുന്തിയ മൗലൂദ് അല്ലെങ്കിൽ പായസം എന്താണ് ചെക്കൻ പറയുന്നത്. പിന്നെ ഇപ്പപ്പ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കാത്തിക്കാണ്. പിന്നെ ജസ്റ്റ് അത് അപ്പപ്പ വരുന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ വരുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ പറ്റിച്ചെന്നൊക്കെ പറയും. അങ്ങനെ ഓരോരോ കളികളൊക്കെ ഇപ്പൊ പഠിഞ്ഞിട്ടുണ്ട്. വിക്കൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. നമ്മൾ വിക്ക് കാരണം കുറെ ടെൻഷനായി, ഇനിയിപ്പോ ഇത് മാറൂലേ എന്നൊക്കെ കരുതിയിട്ട് ഇപ്പൊ വിക്കൊന്നും ഇല്ലാതെ വർത്താനം പറയാ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കളിച്ചു. അങ്ങനെ ദേ പായസ കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് വീണ്ടും തിളപ്പിച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ്. നമ്മുടെ നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഏലക്കായൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പീസ് ആക്കിയിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. കുറച്ച് പഞ്ചസാരയിൽ ഇട്ടിട്ട് ഞാൻ ഇപ്പൊ വെറുതെ പിച്ചി ഇങ്ങനെ ഇട്ടിക്കുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ ആഡംബരമായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം. നമ്മളിപ്പോ അതിനൊന്നും നിന്നിട്ടില്ല. ഏതാണ്ട് ഇപ്പൊ മരുവി ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിനൊക്കെ നിന്ന സമയമാവും, അല്ലെങ്കിൽ ചെറുക്കനെടുത്ത് എറിയും. കുറെ നേരമായിട്ടോ പായസം ഉണ്ടായോ എന്ന് പറയുള്ളൂ. അങ്ങനെ നമ്മള് ചൂടാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇനി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കണം. അപ്പോഴേക്കും ഇത് തെറ്റിട്ടോ, എന്തിനാ തെറ്റിക്കണമെന്നാവോ. അങ്ങനെ നമ്മൾ ഇസുവിനാണ് ആദ്യമായിട്ട് പായസം കൊടുക്കണത്. അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു കുറച്ചെടുത്തിട്ട് ഫാനിന്റെ ചോട്ടിൽ ഇരുത്തിയതാണ്. അതും എനിക്ക് പറ്റിയില്ല. എന്താണ് കുടിക്കൂലെന്നോ? അതെന്തേ? വൈ വാട്ട് ഈസ് ദ റീസൺ? ഇത് ഫുള്ള് വേണമെന്ന് അറിയണേ. ഇത് ഫുള്ള് തരും. എനിക്ക് കുടിച്ചിട്ട് ഞാൻ തലകൂടാണ് പാരും. ഞാൻ പറ്റുമോ? എടാ ഇത് കുടിക്കുന്നത് തരാം. സുന്ദരിയല്ലേ? പാത്രം ഫുള്ള് വേണമെന്ന് പറയും. എനിക്ക് കാണാനൊന്നുമില്ല, ലേറ്റായിരുന്നു. ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ ബോധം പോയി കിടക്കും. ഇല്ലടാ എടാ, ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ കഷ്ടപ്പെട്ടിട്ട് ഈ പായസം ഉണ്ടാക്കിയത്. ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഈ പായസം, അറിയാം എനിക്ക്. പണ്ട് ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് കഥ ഉണ്ട് ഗൈസ്. അപ്പൊ പറഞ്ഞ ശരിയാവില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് ആള് കൂളായിട്ടിരുന്ന് പായസം കുടിക്കാനോ. പായസം കുടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പായസം വേണമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പായസമാണ്. പെട്ടെന്ന് റെഡിയാവും. പിന്നെന്താ പറയാ, നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളെയൊക്കെ നമുക്ക് സുഖമായിട്ട് പറ്റിക്കാൻ പറ്റും. വലിയവരെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പാൽപ്പായസം. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അരിപ്പായസം ഇഷ്ടമല്ല വല്ലാതെ. കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും ഇഷ്ടമല്ല കേട്ടോ വെറുതെ. അങ്ങനെ ഇപ്പപ്പി വന്നിട്ടുണ്ട്. ഇപ്പപ്പ ഞാൻ ജസ്റ്റ് പായസം കൊടുത്തുട്ടപ്പാക്കും. അപ്പൊ ഇപ്പൊ കുടിച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് വലിയവരെയും പാൽപ്പായസം കൊടുത്ത് പറ്റിക്കാം എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇപ്പാണ് ഞാൻ പറ്റിച്ചു ഗൈസ്. ഇപ്പൊ രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ എന്ത് കൊടുത്താലും തിന്നൊക്കെ ചെയ്യും. വലിയ കുറ്റമൊന്നും പറയൊന്നുമില്ല. അത് ഏറ്റവും നല്ലൊരു ഗുണമുള്ള കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി പാൽപ്പായസ വിശേഷമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.